+1 മലയാളത്തിലെ ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗം എളുപ്പത്തിൽ മനസ്സിലാക്കാം. ലളിതാംബിക അന്തർജൻ രചിച്ച പ്രശസ്തമായ നോവലാണ് അഗ്നിസാക്ഷി. ഇതിലെ 12ാം അധ്യായമാണ് പാഠഭാഗം. 1920-1940 കാലഘട്ടത്തിൽ കേരളത്തിലെ നമ്പൂതിരി സമുദായം കടന്നുപോയ സംഘർഷാത്മകമായ നിമിഷങ്ങളാണ് അഗ്നിസാക്ഷിയിലുള്ളത്. തേതിക്കുട്ടിയായി വിവാഹം കഴിഞ്ഞെത്തുന്ന ദേവകി മാനമ്പിള്ളി പിന്നീട് ദേവീബഹനായി മാറുന്നത് നിരവധി ത്യാഗങ്ങളിലൂടെയാണ്. ദൈവഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ഭർത്താവ്, സമുദായത്തിൻ്റെ വിലക്കുകൾ, ഇവയെല്ലാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തേതിക്കുട്ടിക്ക് പ്രചോദനം നൽകി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശഭരിതമായ ഉജ്ജ്വല മുഹൂർത്തം നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാം. 1942 കൽക്കത്ത തെരുവ്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലത്തെ വികാരനിർഭരമായ അനുഭവങ്ങൾ തങ്കന്നാരുടെ വാക്കുകളിലൂടെ ദേവീബഹനിലേക്ക് എത്തുന്ന ഓർമ്മകളാണ് പാഠം. സ്വാതന്ത്ര്യം കിട്ടാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി നിരായുധരായി നിന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ലാത്തിയും കണ്ണീർവാതകവുമായി നരവേട്ടയ്ക്കിറങ്ങിയ പട്ടാളക്കാരുടെ പ്രവർത്തികൾ, ഇതെല്ലാം തങ്കന്നായർ ഫ്ലാറ്റിലിരുന്ന് കാണുന്നു. ക്വിറ്റ് ഇന്ത്യ സമരഭടന്മാരുടെ ത്രിവർണ്ണ പതാകയേന്തിയുള്ള പ്രകടനം തങ്കന്നാരുടെ ഫ്ലാറ്റിനു മുന്നിലെ ക്ലോക്ക് ടവറിന് അടുത്തെത്തുന്നു. കുട്ടികളുടെ വിപ്ലവ സംഘമായ വീരവാനരസേനയും സ്ത്രീകളുടെ സംഘടനയായ നാരീ സേവാ സമിതിയും യുവാക്കളുടെ രക്തസാക്ഷി സംഘവും ചേർന്നുള്ള വലിയ ജനക്കൂട്ടത്തെ പട്ടാളം തടഞ്ഞു. ഇതിനിടയിൽ ഒരു ബാലൻ മണിമാളികയുടെ മുകളിലേക്ക് ത്രിവർണ്ണ പതാകയുമായി കയറി. രാജ്യത്തിൻ്റെ അഭിമാനം അവിടെ ഉയർന്നെങ്കിലും പട്ടാളക്കാരുടെ വെടിയുണ്ടകൾ അവൻ്റെ ശരീരത്തെ വീഴ്ത്തി. ചോരത്തുള്ളികൾ കൊണ്ട് ഒരു വെള്ളപ്പറവയെ പോലെ ആ വീരം വന്നു വീണപ്പോൾ സേവാസമിതിയിലെ ഒരു യുവതി വന്ന് അവനെ എടുത്തു മാറോട് ചേർത്തു. പട്ടാളവുമായി കുറേ നേരം ഏറ്റുമുട്ടിയതിനാൽ അവർ അവശയായിരുന്നു. എങ്കിലും കണ്ണുകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തീജ്വാലകളുണ്ടായിരുന്നു. അവരുടെ നോട്ടം തങ്കന്നായരെ തേതിയടത്തിയിലേക്കും ദേവകി മാനമ്പിള്ളിയിലേക്കും പിന്നീട് ദേവീബഹനിലേക്കും കൊണ്ടുപോകുന്നു. നാടൊന്നാകെ സ്വാതന്ത്ര്യത്തിനായി പെടാപ്പാടുപെടുമ്പോൾ ഒന്നും ചെയ്യാനാവാത്ത തനിക്ക് ഇന്ത്യക്കാരിയാണെന്ന് പറയാൻ എങ്ങനെ കഴിയുമെന്ന് തങ്കന്നായർ ചിന്തിക്കുന്നു. സാമൂഹിക മാറ്റത്തിനായി സർവ്വതും വെടിഞ്ഞ് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ത്യാഗിയായ അമ്മയാണ് ദേവകി മാനമ്പിള്ളി. ഒന്നിനും ഇടപെടാതെ വ്യക്തിജീവിതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയ അമ്മയാണ് തങ്കന്നായർ. താൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് തന്നെ നല്ല മാതൃകയല്ല എന്ന് തങ്കന്നായർ ആത്മനിന്ദയോടെ ഓർക്കുന്നു.